ഞാനിപ്പോ വരുന്നത് ഡൽഹിന്നാ. വരവിന്റെ ഉദ്ദേശം ഷാനു സുലൈമാനെ കാണുക എന്നതായിരുന്നു. എന്താ ആ പേര് കേട്ടപ്പോ ആദിത്യ ഞെട്ടിയോ? ഇല്ല. അല്ലെങ്കിൽ തന്നെ മരിച്ചവരെ എന്തിനാ ഭയക്കുന്നല്ലേ? അവൻ മരിച്ച വിവരം ഇവിടെ വന്നപ്പോഴാ ഞാനും അറിഞ്ഞത്. ഫാദർ വളഞ്ഞവട്ടം പറഞ്ഞപ്പോ. ഷാനുവും റീറ്റയും തമ്മിൽ കനത്ത പ്രണയത്തിലായിരുന്നു. അവനെപ്പറ്റി എന്താണ് ആദിത്യന്റെ അഭിപ്രായം? എല്ലാം തികഞ്ഞ നിങ്ങളുടെ ചെയർമാൻ, എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ആയ ചെറുപ്പക്കാരൻ, നല്ലവരിൽ നല്ലവൻ. വളഞ്ഞവട്ട അച്ഛന്റെ അഭിപ്രായം തന്നെയാവും നിങ്ങൾക്കും അല്ലേ? നിങ്ങൾക്ക് തീരെ പരിചയമില്ലാത്ത, ഒരുപക്ഷെ പരിചയപ്പെട്ടാൽ നിങ്ങൾ തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരു ഷാനു സുലൈമാനെ പരിചയപ്പെടുത്താനാ ഞാൻ വന്നത്. പറഞ്ഞല്ലോ, അവൻ എന്റെ കാമുകനായിരുന്നു. കാമുകൻ എന്ന് പറയുമ്പോ എന്റെ എല്ലാം. അന്ന് ഞാൻ ബാംഗ്ലൂർ പഠിക്കായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ യോഗ്യതകളുമുള്ള നല്ലവരിൽ നല്ലവനായ ഷാനു അന്ന് എന്റെ സഹപാഠിയായിരുന്നു. അവധി ദിവസങ്ങളിൽ ഹോട്ടലിൽ പണിയെടുത്തും ഡോർ ഡെലിവറി നടത്തിയും പണം കണ്ടെത്തി പഠിക്കുന്ന അതിസമർത്ഥനായ, ആരെയും കൊതിപ്പിക്കുന്ന ആ കൂട്ടുകാരനെ ഞാനും കൊതിച്ചു. പ്രണയിച്ച് അവൻ എന്നെ കൊണ്ടുചെന്ന് എത്തിച്ചത് സ്വർഗത്തിലായിരുന്നില്ല, മയക്കുമരുന്നിന്റെ നശിച്ച നരകത്തിലായിരുന്നു. ഇവന്മാര് മുഴുവൻ കഞ്ചാവാ. ഇവിടുന്ന് ഞങ്ങളുടെ കോളേജിലേക്ക് സാധനം മുഴുവൻ വരുന്നേ. പക്ഷേ സത്യം ഞാൻ തിരിച്ചറിഞ്ഞു വന്നപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. എനിക്കെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. മയക്കുമരുന്നിനൊപ്പം അവൻ എന്നെ കണ്ടവർക്കൊക്കെ കൈമാറ്റം ചെയ്തു. ഷാനു, എന്താടാ? എടാ നിങ്ങൾ കേട്ടോ, പിന്നെ കാണാം. ഭൂമിക്ക് ഭാരമാകാതെ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച നിമിഷം ജീവിതം വീണ്ടും മാറി മറിഞ്ഞു. ഇടപാടുകാരിൽ ആരോ ഒരാൾ എന്നെ ഡൽഹിയിലെത്തിച്ചു. ഭ്രാന്ത് പിടിച്ച രാത്രികൾക്കും പകലുകൾക്കും വിരാമമിടാൻ ഏതോ ഡി അഡിക്ഷൻ സെന്ററിൽ രാപകൽ അറിയാതെ പിന്നെയും കുറച്ചു കാലം. അവിടുന്ന് പുതിയ റീത്ത മേരി ഉദയം ചെയ്യുമ്പോൾ മനസ്സിലൊറ്റ തീരുമാനം ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും ഷാനുവിനെ കണ്ടുപിടിക്കണം, അവനോട് പ്രതികാരം ചെയ്യണം. ഇനി ഒരിക്കലും ഒരു പെണ്ണിനും ഇങ്ങനൊരു ദുരന്തം ഉണ്ടാവാൻ പാടില്ല. റീത്ത, എന്താ ഞാൻ പറഞ്ഞതൊന്നും വിശ്വാസമായില്ലേ? ഇല്ല, ഞാനിതൊന്നും ഒരിക്കലും വിശ്വസിക്കില്ല. ഞാനെന്നല്ല, ഷാനുവിനെ അറിയുന്ന ആരും. താൻ എന്താ പറഞ്ഞത്? വിശ്വസിക്കാനാവുന്നില്ല എന്ന് അല്ലേ? വെറുതെ താൻ ഒന്നും വിശ്വസിക്കണ്ട. തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അത് കണ്ടിട്ട് താനൊരു തീരുമാനം എടുത്താൽ മതി. ഇനി എന്തു പറയുന്നു? ഇനിയെങ്കിലും എന്നെ വിശ്വസിച്ചൂടെ? ദൈവപുത്രൻ എന്ന് ഇതുവരെ നിങ്ങൾ വിശ്വസിച്ച ഷാനു സുലൈമാൻ ചെകുത്താന്റെ സന്തതിയാണെന്ന്. ലോകം കണ്ട ഏറ്റവും വലിയ ഫ്രോഡാണെന്ന്. ആദ്യത്തിന് എന്താ ഒന്നും പറയാത്തെ? ഞാൻ എനിക്ക് വേണ്ടിയല്ല അച്ഛൻ തന്നെ എൻ്റെ അടുത്തോട് പറഞ്ഞയച്ചത്. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നൊരു പെൺകുട്ടിക്ക് വേണ്ടിയാ.
അവൻ്റെ ചതിയിൽപ്പെട്ട ഒരുപാട് പെണ്ണുങ്ങളിൽ ഒരു പെണ്ണ്, എൻ്റെ സ്വന്തം പെണ്ണ്. അവളിപ്പോ എൻ്റെ ഭാര്യയാണ്. പക്ഷേ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ താനീ പറഞ്ഞ ഷാനുവാണ്. ഓ ഗോഡ്, അല്ല, ഞാൻ നിലവിളിക്കുന്നതിൽ അർത്ഥമില്ല. കുറച്ചു ദിവസം അവന്റെ കുഞ്ഞ് എന്റെ വയറ്റിലും ഉണ്ടായിരുന്നു. എന്റെ മാത്രമല്ല, ഒരുപാട് പെൺകുട്ടികളെ അവൻ ആ രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഞാനും അവരും ഒന്നും തന്റെ ഭാര്യയെ പോലെ അല്ല. സത്യം തിരിച്ചറിഞ്ഞ നിമിഷം അബോർട്ട് ചെയ്തു കളഞ്ഞു. നമുക്കെന്തിനാ അങ്ങനെ ഒരു പാപത്തിന്റെ സന്തതി? ആ വൃത്തികെട്ടവന്റെ നശിച്ച ഓർമ്മകളും കൊണ്ട് നമ്മൾ എന്തിനാ അങ്ങനെ ഒരു കുഞ്ഞിനെ ജീവിതകാലം മുഴുവൻ വളർത്തുന്നേ? ഏതായാലും ഇപ്പൊ താനും സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞില്ലേ? ഇനി എത്രയും പെട്ടെന്ന് അവളെ കൊണ്ടുപോയി അബോർട്ട് ചെയ്യിപ്പിക്കാൻ നോക്ക്. എന്തിനാ ഭൂമിക്ക് മേൽ അങ്ങനെ ഒരു മാലിന്യത്തിന്റെ കറ? തനിക്ക് ആ പെൺകുട്ടിയുടെ സത്യങ്ങൾ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വരാം, എവിടെ വേണമെങ്കിലും. എന്നിട്ട് എല്ലാ തെളിവുകളും കാണിച്ച് അവളെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താം. വേണ്ട, ഒന്നും വേണ്ട. അവൾ ഒരിക്കലും ഇതൊന്നും അറിയാൻ പാടില്ല. അവൾക്കിതൊന്നും താങ്ങാൻ പറ്റില്ല. എന്തായാലും ഷാനു പോയില്ലേ, ഇനി അത് അറിഞ്ഞാൽ എന്ത്, അറിഞ്ഞില്ലെങ്കിൽ എന്ത്? മരണം വരെ അവളുടെ മനസ്സിൽ അവൻ അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോ അവൾക്കത് താങ്ങാൻ പറ്റില്ല. താൻ എന്താടോ ഇങ്ങനെ? ഞാൻ ഇങ്ങനെയാ. എന്താടോ ആ ഭാഗ്യവതിയായ പെൺകുട്ടിയുടെ പേര്? പൂജ. പൂജ ആദിത്യൻ. എനിക്ക് മുന്നേ ദൈവം നടപ്പിലാക്കിയ അവന്റെ വധശിക്ഷയുടെ വാർത്ത അറിഞ്ഞുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് മനസ്സമാധാനത്തോടെ തിരിച്ചു പോകായിരുന്നു. പക്ഷെ തന്നെ ഈ വിവരം അറിയിക്കണമെന്ന് വളഞ്ഞവട്ട അച്ഛൻ എന്നെ നിർബന്ധിച്ചപ്പോ അതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമെന്ന് ഞാൻ ഊഹിച്ചു. പക്ഷെ എന്റെ ഊഹത്തെക്കാൾ വലുതായിരുന്നു യാഥാർത്ഥ്യമെന്ന് തന്നെ കണ്ടപ്പോ എനിക്ക് ബോധ്യപ്പെട്ടു. കഴിയുമെങ്കിൽ താൻ ആ കുട്ടിയോട് പറയണം, ആ നശിച്ച സന്തതിയെ ആ വയറ്റിൽ നിന്ന് ഒഴിവാക്കാൻ. ജീവിതത്തിൽ ഒരിക്കലും ചീപ്പ് സെന്റിമെന്റ്സുകളൊന്നും പാടില്ല എന്ന്. ആണിനില്ലാത്ത എന്ത് പാപബോധ പെണ്ണിന് വേണ്ടത്? 2 തവണ മരണത്തെ നമ്മളെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നു എന്നല്ലേ പറഞ്ഞത്? എങ്കിൽ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനൊരു മോട്ടിവേഷൻ ക്ലാസ് കൂടിയാവാം. എനിവേ, ബെസ്റ്റ് വിഷസ്. ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും കാണാം. ഓക്കെ ആദിത്യൻ.